بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان صلى الله على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഫൻമേനയുടെ പ്രോഡോജലവും ഗംഭീരവുമായ വേദിയിൽ ഭക്തി നമ്മുടെ ശക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ എന്നെ തുണച്ച പരമന്റെ രക്ഷിതാവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തഖ്വക്ക് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുന്നത് ഭക്തിക്ക് വേണ്ടിയാണ്. ഖുർആൻ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹൻ നാസ് അബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ജനങ്ങളെ നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്, നിങ്ങളുടെ മുൻഗാമികളെയും പഠിച്ച റബ്ബിനെ ആരാധിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയുമോ? ഖുർആൻ പറയുന്നു, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാനാണ്, നിങ്ങൾ ഭയഭക്തിയുള്ളവരാകാനാണ്. ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നില്ലേ, പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായി നോമ്പ് നിർബന്ധമാക്കുന്നതിനെ കുറിച്ച്, വ്രതമനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നില്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. തഖ്വയുള്ളവരാകാൻ വേണ്ടി വ്രതമനുഷ്ഠിക്കണേ, ഭയഭക്തിയുള്ളവരാകാൻ വേണ്ടി വ്രതമനുഷ്ഠിക്കണേ. ചേർന്നില്ല, ഹജ്ജിന് വേണ്ടി പോകുന്ന ഇസ്ലാമിക യുവാക്കളോട് ഇസ്ലാം പാതയുമായി കൊണ്ടുപോകാൻ പറയുന്നതെന്നാണ്. ഏത് പാതയുമാണ് ഇസ്ലാം മുറുകെ പിടിക്കാൻ പറയുന്നത്? നിങ്ങൾ പാതയുമായി കൊണ്ടുപോകേണ്ട തഖ്വയാണ്, അചഞ്ചലമായ ഭയഭക്തിയാ, ഉള്ളറന്ന വിശ്വാസമാ. തീർന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ അറിവ് നടത്തുന്നുണ്ടെങ്കിൽ ആ അറിവ് മൃഗത്തിൽ നിന്നും ഒന്നും എനിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതില്ല. അതിൻ്റെ തൊലിയായാലും അതിൻ്റെ മാംസമായാലും അതിൻ്റെ എല്ലായാലും എനിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതില്ല. പക്ഷേ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തഖ്വയാണ്. പ്രിയമുള്ളവരെ, ഖാദിസിയ്യ പോർക്കളത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് കാലം നീണ്ടുവന്ന യുദ്ധമാണല്ലോ ഖാദിസിയ്യ. യുദ്ധം കഴിഞ്ഞ് സഹാബികൾ ക്ഷീണിതരായി അവശരായി യുദ്ധ ടെന്റുകളിൽ വിശ്രമിക്കുമ്പോൾ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു യുദ്ധ ടെന്റുകളിലൂടെ നടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, അചഞ്ചലമായ അല്ലാഹുവിനോടുള്ള തഖ്വയോട് കൂടിയാണ്. ഖുർആൻ പാരായണം കേട്ടുകൊണ്ടാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞു പോയത്, ഇങ്ങനത്തെ ആളുകൾ ഇസ്ലാമിന്റെ തലപ്പത്തുള്ളത് കൊണ്ടാണ് യുദ്ധം ജയിച്ചു പോകുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള പാഠമേതാണ്? റബ്ബിന് തഖ്വ ചെയ്യണേ മടിക്കാതെയും, സൃഷ്ടിച്ചതും അതിനാ സുഹൃത്തേ നിന്നയും, ഈമാനറിയാനാണ് തഖ്വ ലിബാസുമാ, വഹബെന്നവർ പറയുന്നതായൊരു തത്വമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തഖ്വയെ മുറുകെ പിടിച്ച് ജീവിക്കാനും മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തുണക്കുമാറാകട്ടെ. ആമീൻ. റഹ്മത്തിക യാ റഹ്മാൻ റഹീം.